ശമ്പളം വൈകുന്നതിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് KSRTC ഇടതു സംഘടനകൾ. മന്ത്രി മാറിയിട്ടും കാര്യങ്ങൾ പഴയപടി തുടരുകയാണെന്ന് നേതാക്കൾ. ജീവനക്കാരുടെ ശമ്പളവും പെൻഷൻ സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യവും ശക്തമാണ്. കഴിഞ്ഞ മാസം ആദ്യ ഗഡു ശമ്പളം 10-ാം തീയതി കിട്ടി. ഈ മാസം ശമ്പളം നൽകുന്നതിന് ആവശ്യമായ ഒരു നടപടിയും തുടങ്ങിയിട്ടില്ലെന്നാണ് തൊഴിലാളി സംഘടനാ നേതാക്കൾ പറയുന്നത്. മന്ത്രി മാറുമ്പോഴെങ്കിലും മാറ്റം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ എല്ലാം പഴയപടി തന്നെയാണെന്നാണ് ആക്ഷേപം. ഒരു മാസത്തെ ശമ്പളം നൽകാൻ 72 കോടി രൂപയാണ് വേണ്ടത്. ഇതിനായി സർക്കാർ സഹായം ഇതുവരെയായും ലഭ്യമായിട്ടില്ല. ശബരിമല സർവീസിൽ നിന്നും നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിൽ KSRTCക്ക് കാര്യമായ വരുമാനം ലഭ്യമായി. എന്നാൽ ആ തുക മറ്റ് ആവശ്യങ്ങൾക്ക് വിനിയോഗിച്ചു എന്നാണ് തൊഴിലാളി സംഘടനാ നേതാക്കൾ പറയുന്നത്. 8 കോടി രൂപയ്ക്ക് പുറത്ത് പ്രതിദിന വരുമാനമാണ് ഈ കഴിഞ്ഞ നവംബറിലും ഡിസംബറിലും ജനുവരിയിലും ഉൾപ്പെടെ KSRTCയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. പക്ഷേ എന്നാൽ പോലും സർക്കാരിൻ്റെ സഹായം കൃത്യമായി ഉറപ്പാക്കിക്കൊണ്ട് ശമ്പളം വിതരണം ചെയ്യുന്ന കാര്യത്തിൽ മാനേജ്മെൻറ്റും ഗവൺമെൻറ്റും വലിയ പരാജയമാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. അത് തൊഴിലാളിക്കിടയിൽ വല്ലാത്തൊരു അസ്വസ്ഥത, പണിയെടുത്തതിൻ്റെ കൂലിക്ക് വേണ്ടി ഇങ്ങനെ വേഴാമ്പലിനെ പോലെ കാത്തിരിക്കേണ്ടി വരുന്ന ഒരു നരകതുല്യമായ ഒരു സാഹചര്യം ഒരു ഘട്ടത്തിലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അത് ഗവൺമെൻറ് ഒഴിവാക്കാൻ വേണ്ടുന്ന അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ദിനം പ്രതി 8 കോടി വരുമാനമുണ്ടായാൽ KSRTCക്ക് നഷ്ടമില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയും. ഇപ്പോഴത്തെ വരുമാനം 8 കോടിക്ക് മുകളിലാണ്. എന്നിട്ടും മാനേജ്മെൻറ്റ് നഷ്ടക്കണക്കുകൾ മാത്രമാണ് നിരത്തുന്നത്. 3 മാസത്തെ പെൻഷനാണ് നൽകാനുള്ളത്. KSRTC പ്രതിസന്ധിയിൽ മുന്നോട്ടു പോകുന്നു എന്ന് സർക്കാരും മാനേജ്മെൻറ്റും ഒരുപോലെ പറയുമ്പോഴാണ് CMD ബിജു പ്രഭാകർ രാജി തീരുമാനം മന്ത്രിയെ അറിയിച്ച ശേഷം അവധിയിൽ പോയത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.